കേരളത്തിലെ ഏക വാമന ക്ഷേത്രമായ തൃക്കാക്കരയിൽ ഇത്തവണ വിപുലമായാണ് ആഘോഷങ്ങൾ. മഹാബലിയെ വാമനൻ സ്വീകരിച്ച് ആനയിക്കുന്ന ചടങ്ങും നടന്നു. പ്രസിദ്ധമായ തിരുവോണ സദ്യയും നടക്കും. തൃക്കാക്കരയിൽ നിന്ന് ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയുടെ ഓണക്കാലമാണ് മലയാളിക്കിത്. ഒരുപാട് കഷ്ടതകൾ, ദുരിതങ്ങൾ ഒക്കെ അനുഭവിച്ചതിന് ശേഷം ഇനി നന്നാവും എന്ന പ്രതീക്ഷയുടെ ഓണക്കാലം. എങ്ങനെയാണ് തൃക്കാക്കരയിലെ ആഘോഷങ്ങൾ? ഗോപി, തൃക്കാക്കര തിരുവോണത്തിന്റെ നാട് എന്ന ഖ്യാതി കൊണ്ടതാണ്. തൃക്കാക്കരയിലെ ഓണാഘോഷങ്ങളും തന്നെ വളരെ പ്രസിദ്ധമാണ്. തൃക്കാക്കര ഏക വാമനമൂർത്തി ക്ഷേത്രത്തിനപ്പുറത്തേക്ക് തൃക്കാക്കരയിലെ ഓണാഘോഷങ്ങൾ പലപ്പോഴും അതിന്റെ ഐതിഹ്യവും ചരിത്രവും എല്ലാം തന്നെ തൃക്കാക്കരയിലേക്കാണ് കേരളത്തിലുള്ളത്. അത്തരം ഒരു ആഘോഷങ്ങളുടെ മുഖങ്ങളിൽ എപ്പോഴും സജീവമാണ് തൃക്കാക്കര. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആഘോഷങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ള കോവിഡും മറ്റു സാഹചര്യങ്ങളും 2018 പ്രളയത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വളരെ നാമമാത്രമായി കടന്നുപോയിരുന്ന തിരുവോണാഘോഷങ്ങൾ ഇക്കുറി ഏറെ പങ്കിട്ടോടെ തിരുവോണം അതിൻ്റെ ഒരു മണ്ണിലേക്ക് എത്തുന്ന ഒരു ദിനമാണെന്ന് നമുക്ക് പറയാം. ഈ കാണുന്ന തിരക്കുകൾ വലിയ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. നിരവധിയായ ഭക്തജനങ്ങൾ ഇവിടേക്ക് ക്ഷേത്ര ദർശനത്തിനും മറ്റുമായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ തൃക്കാക്കരയിലെ ഓണത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ തിരുവോണ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ആഘോഷങ്ങൾ പരിമിതമായപ്പോൾ സദ്യ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്നു. ഇക്കുറി തിരുവോണ സദ്യ വളരെ വിഭവസമൃദ്ധമായിട്ട് തന്നെ ഇവിടെ എത്തുന്നവർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1/4 ലക്ഷത്തിലധികം പേർക്ക് തിരുവോണ സദ്യ ഉണ്ണാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ തൃക്കാക്കരയിലെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ദിവസം തിരുവോണ സദ്യയ്ക്ക് വേണ്ടി തന്നെ തൃക്കാക്കര ഈ ഒരു ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ക്ഷേത്രത്തിലെ ഈ ഉത്സവ ചടങ്ങുകളടക്കം നടക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ചടങ്ങുകൾ നടന്നു പോകുന്നത്. രാവിലെ 8:15 പ്രതീകാത്മകമായി മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങ് നടന്നത്. വാമന വേഷം ധരിച്ചൊരു കുട്ടി പ്രതീകാത്മകമായി മഹാബലിയെ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് എതിരേൽക്കുന്നു. അത് ഒരു സമഭാവനയുടെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. കാരണം ഇത് തോറ്റവരും ജയിച്ചവരുമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാബലിയെ എതിരേൽക്കുന്നതിൽ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഉത്സവത്തിൻ്റെ അതിൻ്റെ ഒരു ആഘോഷങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഉത്സവം അതിൻ്റെ തനിമയോടും ചാരുതയോടും കൂടി ഇവിടേക്ക് എത്തുമ്പോൾ അത് ആസ്വദിക്കുന്നതിന് വേണ്ടി നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. 10:30 ഓണാഘോഷ സദ്യയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മന്ത്രി സി രാജീവ് ഇവിടേക്ക് എത്തും. ഇങ്ങനെ നിരവധി സവിശേഷതകൾ നിറഞ്ഞതാണ് തൃക്കാക്കരയിലെ ഓണാഘോഷങ്ങൾ. ഏതായാലും വിപുലമായ ആഘോഷങ്ങളാണ് തൃക്കാക്കരയിൽ. തിരുവോണ ദിവസത്തിൽ ഗുരുവായൂരിൽ വലിയ തിരക്കാണ്. പുലർച്ചെ ഗുരുവായൂരപ്പന ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഓണപ്പുടവ സമർപ്പിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും പുടവ സമർപ്പണത്തിനെത്തി. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും പ്രസാദഊട്ടുണ്ടാവും. ഓണസദ്യ എന്ന പേരിലല്ല അന്നദാനം നടക്കുക. പകരം വിശേഷാൽ പ്രസാദഊട്ട എന്നാണ് ദേവസ്വം ഇതിന് നൽകിയിരിക്കുന്ന പ്രത്യേക പേര്. പ്രത്യേക വിഭവങ്ങളും ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പടുകൂട്ടൻ ഓണപ്പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം ആഴിമലയിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, അവിടുത്തെ വിസ്മയ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഗോപി, നമുക്ക് ആ കാഴ്ചകളിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഒരു പടുകൂട്ടൻ അത്തപ്പൂക്കളം ഇന്ന് തിരുവോണ ദിവസമാണ്. ദിവസങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമായി ഒരു പടുകൂട്ടൻ അത്തപ്പൂക്കളം ഇവർ ഒരുക്കിയിരിക്കുന്നു. വലിയ വിസ്മയങ്ങൾ നമ്മൾ നേരത്തെ ഈ വലിയ സ്റ്റേഡിയങ്ങളിലെല്ലാം നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ ഒരു പടുകൂട്ടൻ അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് ആഴിമല നിവാസികൾ. ആഴിമലയിൽ ഇവർ പ്രാദേശികമായി സ്വീകരിച്ച അല്ലെങ്കിൽ പ്രാദേശികമായി കണ്ടെത്തിയ ഫണ്ടിൽ അത്തരം വലിയൊരു പൂക്കളം വലിയ ചിലവ് ഉൾപ്പെടെ ഏകദേശം 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചിലവ് തന്നെ പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല. ഏറ്റവും മുകളിലെല്ലാം ഈ പ്രദേശവാസികൾ ആ ജോലികൾ, അതായത് അത്തപ്പൂക്കളത്തിൻ്റെ അവസാന ഫിനിഷിംഗ് വർക്ക് തീർത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഒരു വലിയ വൈഡ്
കാണിക്കാൻ ഇപ്പോഴൊരു അസൗകര്യമുണ്ട്. കാരണം വലിയ നിരവധി പേർ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ് ഈ അത്തപ്പൂക്കളം കാണാൻ. ഒരുപക്ഷെ നമ്മൾ വൈഡ് എടുത്തു കഴിഞ്ഞാൽ അവരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതാണ് ഒരുപക്ഷെ വൈഡിൽ മാത്രമാണ് ഇതിൻ്റെ എത്രത്തോളം ഭംഗി ഇതിനുണ്ട്, എത്രത്തോളം ഇതിൻ്റെ ഒരു ഈ ഒരു എന്തൊക്കെയാണ് ഈ അത്തപ്പൂക്കളത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ബുള്ളറ്റിൽ നമുക്ക് അക്കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി കാണിക്കാനാകുമെന്ന് കരുതുന്നു. കാരണം എന്തായാലും വലിയൊരു അത്തപ്പൂക്കളം ഒരുക്കി അതൊരു വലിയ വിസ്മയമായി മാറ്റിയിരിക്കുകയാണ് എന്തായാലും ആഴിമല നിവാസികൾ. കാരണം നിരവധി പൂക്കളും നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഈ സ്റ്റേഡിയത്തിലെല്ലാം നമ്മൾ കാണാറുള്ള ഒരു അത്തപ്പൂക്കളം എന്നതിലുപരി അതൊരു വലിയ ചുരുങ്ങിയ സ്ഥലത്ത് വലിയ പ്ലാറ്റ്ഫോം ചെയ്ത് ഈ കാണുന്നതെല്ലാം ഒരു പ്ലാറ്റ്ഫോം ചെയ്ത് ഒറ്റ കാഴ്ചയിൽ കാണാൻ പറ്റുന്നതാണ്. അതാണ് എൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. എന്തായാലും ശില്പി ഇതിൻ്റെ ഒരു സൂത്രധാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത്തരം ഒരു അത്തപ്പൂക്കളം ഒരുക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അത്തരം ഒരു ആശയത്തിലേക്ക് വരുന്നത്? സാഹചര്യം ഓണാഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വലിയ അത്തങ്ങൾ ഇടാറുണ്ട്. ഇത്രയും വലിയ അത്തം ആദ്യമായിട്ടാണ്. കൊറോണയും ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് ഓണാഘോഷിക്കുക കുറേ വർഷങ്ങളായാലും 2 വർഷത്തെ ഒരു കടങ്ങ് വീട്ടി. അതെ അതെ. എങ്ങനെയാണ് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം? എല്ലാം പൂവെടുത്തു, എത്ര ചിലവായി, എത്ര ദിവസത്തെ അധ്വാനമാണ് തുടങ്ങിയവയെല്ലാം? പൂവെല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് പൂവെല്ലാം. എത്ര തുക ചിലവായി? എത്ര പേരുണ്ട് ഇതിന്റെ പിറകിൽ അധ്വാനത്തില്? ഇതിന്റെ പിറകിൽ നാട്ടുകാർ മൊത്തം ഉണ്ട്. നാട്ടുകാരുടെ ഒരു സംരംഭം. അതെ അതെ. ഈ നാട്ടുകാർ ഇപ്പോഴും വളരെ ആവേശത്തോടു കൂടി അവിടെ നിന്ന് ഇപ്പോഴും അവസാന ഫിനിഷിംഗ് വർക്കിലാണ്. അതെ അതെ. കാരണം നമുക്ക് ഉദ്ഘാടനം 10 മണിക്കാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓപ്പണിംഗ്. സാധാരണ നിങ്ങൾ ഈ ക്രൗഡ് ഫണ്ട് സാധാരണ ആൾക്കാരിൽ നിന്നെല്ലാം പിരിച്ചു തന്നെയാണോ ഈ പണം കണ്ടെത്തിയത്? സ്പോൺസറൊക്കെ ഉണ്ടോ? സ്പോൺസേഴ്സ് ഒന്നുമില്ല. ഇവിടെ വരുന്നവരും അല്ലാത്തവരും ഒക്കെ ഫണ്ടിങ് ചെയ്തു. നോർമൽ ഫണ്ടിങ് ആണ്. അങ്ങനെ തന്നെയാണ് സാധാരണക്കാരൻ്റെ അർത്ഥമാണ് അപ്പോൾ ഇത്. അതെ അതെ. കാരണം ഓണം അങ്ങനെയാണല്ലോ ആഘോഷിക്കേണ്ടത്. എന്തായാലും ഈ അർത്ഥത്തിൽ നമുക്ക് ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് എല്ലാവരുടെയും അടുത്ത് എത്തിക്കാൻ ഇപ്പോൾ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ അർത്ഥത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൂടി ഒന്ന് പറയാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാമെങ്കിലും. ദൃശ്യങ്ങളിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കൊരു തെയ്യത്തിൻ്റെ രൂപമുണ്ട്, ഒരു ഗണപതിയുടെ രൂപമുണ്ട്. അങ്ങനെ വിഷ്വൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അർത്ഥം എന്ന് പറയുമ്പോൾ ഒരു ഡിസൈനിങ് ആണല്ലോ, ഡിസൈൻ പാറ്റേൺ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് ഫിഗേഴ്സ് ഒക്കെ കൂട്ടി വെച്ചു എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി തറയിൽ പിച്ച് പൂവിടും പോലെ അല്ല, കുറച്ച് 3 ഡയമെൻഷനായിട്ട് സ്കൾപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് പൂ കുത്തി വെക്കണം. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഈ നാട്ടുകാരുടെ ഒരു വലിയ കൂട്ടം ഇപ്പോഴും പൂക്കളെടുത്ത് ആ ചെറുപ്പക്കാരടക്കം ഉറങ്ങാതെ നിന്ന് ഇടുകയാണല്ലേ? അതെ അതെ. എത്രയോ ദിവസം ഉറങ്ങാതിരിക്കണമെന്നാണ്. എന്തായാലും ഇത് ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ കണ്ടു കഴിയുമ്പോൾ തോന്നുന്നു ശില്പി നിലയിൽ കൂടി എല്ലാ സംഗതിയും അങ്ങനെയാണല്ലോ. നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുത്ത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. എല്ലാവരും അത് വന്ന് കാണാനും അവർക്കത് ആസ്വദിക്കാനും പറ്റുന്ന നമുക്കൊരു ഭാഗ്യം, സന്തോഷം തന്നെയാണ്. കാരണം എന്തായാലും പറഞ്ഞതുപോലെ എല്ലാവരും, അതായത് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ കൂടി, അതായത് അത്തപ്പൂക്കളം സാധാരണ ഒരു അത്തപ്പൂക്കളത്തിൽ എത്രത്തോളം ആളുകളുടെ കൂട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അത്രത്തോളം ആളുകളെത്തി ഈ നാട്ടുകാരെല്ലാം ഒന്നിച്ചു നിന്ന് ആ ഒരു അത്തം അത് ഇത്തരത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ നിൽക്കുന്നു. ഉറക്കമൊഴിഞ്ഞ് ദിവസങ്ങളോളം ഉറക്കമൊഴിഞ്ഞ് ആ ഒരു ഉദ്യമത്തിന് വേണ്ടി നിൽക്കുന്നു. എന്തായാലും നാട്ടുകാരും സന്തോഷത്തിലാണ്. എല്ലാവരും ഈ ഒരു വലിയൊരു കാഴ്ച വിരുന്നൊരുക്കിയ, എന്തായാലും വലിയൊരു വിരുന്ന്, ആ ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു വൈഡ് വിഷ്വൽ കിട്ടാൻ ശ്രമിക്കാം. ഗോപി. ശരി ഉമേഷ്. രാഹുൽ ഗാന്ധിയുടെയും ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിലെ അഗസ്ത്യ തീരത്ത് നിന്ന് തുടങ്ങി. രാവിലെ 7:30 ആരംഭിച്ച പദയാത്രയുടെ ആദ്യഘട്ടം 10 മണിക്ക് ശുചീന്ദ്രത്ത് സമാപിക്കും. വൈകിട്ട് നാഗർകോവിലാണ് ഇന്നത്തെ പര്യടനം സമാപിക്കുക. വി അരുണാണ് ചേരുന്നത്. അരുൺ, വലിയ ആവേശം, വലിയ തോതിലുള്ള ജനപങ്കാളിത്തം, നിലവിൽ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. എന്താണ് അവസ്ഥ? ഗോപി, ഇന്നലെ കന്യാകുമാരിയിൽ ആരംഭിച്ച ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ ദിവസമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധി ഈ യാത്രയുടെ മുൻനിരയിൽ ഉണ്ട്. അദ്ദേഹം നയിക്കുന്ന യാത്ര വളരെ ആവേശമുള്ള, പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ആവേശം പകർന്നാണ് ഭാരത് ജോഡോ യാത്ര ആദ്യ ദിവസം പുരോഗമിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ തമിഴ്നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെ, കന്യാകുമാരി ജില്ലയെ ഇളക്കി മറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ യാത്ര പുരോഗമിക്കുകയാണ്. വളരെ വേഗത്തിലാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നതും ശ്രദ്ധേയമാണ്. 7:30 ഇന്നലെ സ്റ്റേ ചെയ്ത, രാത്രി തങ്ങിയ സ്ഥലത്ത് നിന്ന് കണ്ടെയ്നറുകളിലാണ് സാധാരണ യാത്രികർ ഇത്തരത്തിലുള്ള പദയാത്രകളിലും മറ്റുമാണെങ്കിലും രാത്രി ഹോട്ടലുകൾ തങ്ങുക പതിവാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പദയാത്ര അത്തരത്തിലല്ല പുരോഗമിക്കുന്നത്.
രാത്രി എത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതിനായുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ, തങ്ങാനുള്ള പ്രത്യേക കണ്ടെയ്നറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടെയ്നറുകളിലാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പദയാത്രികർ താമസിക്കുന്നത്. അവിടെ നിന്ന് അടുത്ത ദിവസം രാവിലെ വീണ്ടും യാത്ര ആരംഭിക്കും. അത്തരത്തിലുള്ള യാത്രയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശുചീന്ദ്രത്തേക്കാണ് ഈ യാത്ര പോകുന്നത്. 7 മുതൽ 10 മണി വരെയാണ് സാധാരണഗതിയിൽ ഈ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലത്തെ യാത്ര 7 മുതൽ 10 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം വൈകിട്ട് വീണ്ടും 4 മണിക്ക് യാത്ര ആരംഭിക്കും. അത് 7 മണി വരെ തുടരും. ഇതിനിടയിൽ നാട്ടുകാരുമായും അതുപോലെ തന്നെ പൗരപ്രമുഖരുമായും ഒക്കെ രാഹുൽ ഗാന്ധി സംവദിക്കും. ആ രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കളും ഈ യാത്രയുടെ ഭാഗമായിരുന്നു. അദ്ദേഹവും ഏറെ നേരം പദയാത്രയിൽ പങ്കെടുത്തു. ഇപ്പോഴും അദ്ദേഹം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സുരക്ഷാ കാരണങ്ങളും മറ്റും നമുക്ക് അവിടേക്ക് പൂർണ്ണമായും എത്താൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം വളരെ വേഗത്തിൽ ഈ യാത്രയിലൂടെ മുന്നേറുകയാണ്. അദ്ദേഹത്തെ കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ള ACC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ MP അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. വളരെ വേഗത്തിൽ കാണാം. വളരെ വേഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര പുരോഗമിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു പുതു ജീവൻ നൽകാൻ, നവചൈതന്യം നൽകാൻ. ഇന്നലെ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് പുനർജീവനമുണ്ടാകും. കോൺഗ്രസ് വളരെ വേഗത്തിൽ ശക്തിയിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ചത്. അത്തരത്തിൽ ആ പ്രതീക്ഷ ആദ്യ ദിവസങ്ങളിലെങ്കിലും പ്രവർത്തകർക്ക് ആ പ്രതീക്ഷ കൂടുതൽ ശക്തമായ തരത്തിലാണ് യാത്ര പുരോഗമിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ യാത്രയുടെ മുൻനിരയിൽ തന്നെ വന്നുകൊണ്ട് പ്രവർത്തകർക്ക് അക്ഷരാർത്ഥത്തിൽ ആളുകൾ വലിയൊരു ജനക്കൂട്ടം ഈ യാത്രയുടെ എല്ലാ വശങ്ങളിലും കാത്തു നിൽക്കുന്നുണ്ട്. ഈ യാത്ര നമ്മൾ തുടങ്ങിയതൊട്ട് കാണുന്നതാണ് വലിയൊരു ആവേശം. തീർച്ചയായും അരുൺ, അതുമായിട്ട് ഒരു പോയിന്റ് ആയിട്ട് വരേണ്ടതും. കാരണം കോൺഗ്രസ്സുകാർ ഒരുപാട് പേര് വരുമായിരിക്കാം, പക്ഷേ കാറിൽ പോകുന്നത് പോലെയല്ല മനുഷ്യൻ നടന്നു പോകുന്നത്, മനുഷ്യനെ കണ്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ മറ്റ് ജനവിഭാഗങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്, സൈഡിലുള്ളവരുടെയൊക്കെ? തീർച്ചയായും വലിയ പിന്തുണ പലയിടത്തു നിന്നും രാഹുൽ ഗാന്ധിക്ക് ഈ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ ഇവർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി മറ്റു പ്രതീക്ഷയുടെ കൂടുതൽ പ്രവർത്തകരുടെ, കൂടുതൽ പാർട്ടികളുടെ, കൂടുതൽ ജനവിഭാഗങ്ങളുടെ പിന്തുണ ഈ യാത്രയ്ക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നു. അത് അന്വർത്ഥമാക്കും വിധം, അത് മനസ്സിലാക്കും വിധത്തിൽ വലിയ പിന്തുണ ഈ യാത്രയ്ക്ക് ഈ ആദ്യ ദിവസങ്ങളിലെങ്കിലും ലഭിക്കുന്നു എന്ന് പറയണം. ഇന്നലെ വലിയ ഒരു പൊതുയോഗമാണ് കന്യാകുമാരി കടപ്പുറത്ത് നടന്നത്. അവിടെ വലിയ ജനക്കൂട്ടമുണ്ടായി. അതിന് പുറമെ ഇപ്പോൾ ഈ യാത്ര പുരോഗമിക്കുന്ന വഴിയിലുടനീളം വലിയ ജനപിന്തുണ, അത് ചില പ്രാദേശിക കക്ഷികളുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു പ്രാദേശിക ഘടകം, ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രധാനപ്പെട്ട പാർട്ടി, പക്ഷെ എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകം പോലും ഇത്തരത്തിൽ അഭിവാദ്യം അർപ്പിച്ച് എത്തിച്ചേർന്നു. അതാണ് നേതാക്കൾ പറഞ്ഞത്. പുതിയ പാർട്ടികൾ, പുതിയ ജനവിഭാഗങ്ങൾ കോൺഗ്രസിലേക്ക് യാത്ര അവസാനിക്കുമ്പോൾ കൂടെ എത്തുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും, ജയറാം രമേശ് അടക്കമുള്ള, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പങ്കുവച്ചത്. ആ പ്രതീക്ഷകൾ ഈ ആദ്യ മണിക്കൂറുകളിൽ ഫലിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ വലിയ ഒരു വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും മുന്നിലുള്ളത്. രാവിലെ യാത്ര തുടങ്ങുമ്പോഴൊക്കെ അതൊരു പദയാത്ര എന്ന് പറയാൻ കഴിയില്ല, ശരിക്കും ഒരു അക്ഷരാർത്ഥത്തിൽ ഓട്ടമായിരുന്നു. രാവിലെ ആ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ ആയിരക്കണക്കിന് പ്രവർത്തകർക്കൊപ്പം രാഹുൽ ഗാന്ധിയും അക്ഷരാർത്ഥത്തിൽ ഈ യാത്രയുടെ ഭാഗമായി ഓടുകയായിരുന്നു വേണം പറയാൻ. ഇപ്പോൾ കുറച്ചുകൂടി ഈ ഹൈവേ ഭാഗമാണ്, വലിയ വിസ്താരമായ റോഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ സ്ഥലമുണ്ട്. അത് നമുക്ക് കാണാം. ഈ നേതാക്കളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ പ്രവർത്തകരെ, രാഹുൽ ഗാന്ധിയുടെ ആരാധകരെ പിടിച്ചു മാറ്റാൻ വലിയ രീതിയിൽ പാടുപെടുന്നു. കോൺഗ്രസിന് ഞാൻ സൂചിപ്പിച്ച പോലെ അത്ര സ്വാധീനമുള്ള ഒരു സംസ്ഥാനമല്ല. 11-ാം തീയതി ഈ യാത്ര കേരളത്തിലേക്ക് അടക്കും. അപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തൊരു പങ്കാളിത്തം കേരളത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കേരളത്തിൽ 14 ദിവസം ഈ യാത്ര സഞ്ചരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് അത് പിന്നീട് ഗൂഡല്ലൂർ വഴി തമിഴ്നാട്ടിലും അതുവഴി കർണാടകയിലേക്കും കടക്കുന്ന രീതിയാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ ഒരുക്കങ്ങളാണ് കേരളത്തിൽ ഈ യാത്രയെ സ്വീകരിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനകം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പദയാത്ര ഇപ്പോൾ വളരെ വേഗത്തിൽ, വളരെയധികം ആവേശം പ്രവർത്തകരിലും നേതാക്കളിലും ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഗോപി, വിവരനാണ് കന്യാകുമാരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആറന്മുള ഭഗവാന തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയെത്തി. പുലർച്ചെ 5-ന് ആറന്മുള ക്ഷേത്ര കടവിലെത്തിയ തിരുവോണത്തോണിയെയും മങ്ങാട്ട് പട്ടരുതിരെയും ഭക്തർ വഞ്ചിപ്പാട്ട് അകമ്പടിയോടെ സ്വീകരിച്ചു. ഇനി വിദേശത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ്. ഉക്രൈനിലെ ഹാർവിക്കിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൗതുകരവും സന്തോഷമുണ്ടാക്കുന്നതുമാണ്. ഇവിടെ മൃഗശാലയിൽ നിന്ന് ചിമ്പാൻസി ചാടിപ്പോയി. പരിചാരിക പിന്നാലെ നടന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വികൃതിയായ ചിമ്പാൻസി വഴങ്ങിയില്ല. അപ്പോഴാണ് മഴ പെയ്തത്. ചിമ്പാൻസി പരിചാരിക അടുത്തേക്ക് ഓടിയെടുത്തു.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.